മധ്യ തിരുവിതാംകൂറിൽ ഇപ്പോൾ ശ്രീവല്ലഭ അഥവാ തിരുവല്ല ഗ്രാമം എന്നുള്ള സുപ്രസിദ്ധ നാമത്തോടു കൂടി പ്രശോഭിക്കുന്ന പ്രദേശത്തിന് പുരാതന കാലത്ത് പറഞ്ഞു വന്നിരുന്ന നാമധേയം മല്ലികാവനം എന്നായിരുന്നു. അന്ന് അവിടെ ബ്രാഹ്മണാലയങ്ങൾ തന്നെ 3000-ലധികം ഉണ്ടായിരുന്നു എന്നാണ് കേൾവി. അവയിൽ ഒരു ബ്രാഹ്മണ ഗൃഹത്തിന്റെ പേര് ശങ്കരമംഗലത്ത് എന്നായിരുന്നു. അത് ലോപിച്ച് കാലക്രമേണ ചങ്ക്രോത്ത് എന്നായി തീർന്നു. അവിടെ നാരായണ ഭട്ടതിരി എന്നൊരു ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ ശ്രീദേവി എന്ന അന്തർജനവും മാത്രമായി തീർന്നു. ആ അന്തർജനത്തിന് തുണയായി ശ്രീദേവി എന്ന് തന്നെ പേരായ ഒരു ദാസിയും അവരുടെ മകനായ മുകുന്ദൻ എന്നൊരു ബാലനും ആ ഗൃഹത്തിൽ തന്നെ താമസിച്ചിരുന്നു. ദാസിയായ ശ്രീദേവിയെ ചിരുതേച്ചി എന്നും അവരുടെ പുത്രനായ മുകുന്ദനെ കുന്നൻ എന്നുമാണ് ആ ബ്രാഹ്മണ മിഥുനവും അതു കേട്ട ശേഷമുള്ളവരും വിളിച്ചു വന്നിരുന്നത്. ഇങ്ങനെയിരുന്ന കാലത്ത് ആ ദിക്കിൽ തൊഗലൻ എന്നൊരു ദുഷ്ടൻ ചില അനുചരന്മാരോട് കൂടി വന്നു ചേർന്നു. അവൻ രാത്രികാലങ്ങളിൽ ആ ദിക്കിലുള്ള ധനവാന്മാരായ വിപ്രന്മാരുടെയും മറ്റും ഗ്രഹങ്ങളിൽ കയറി കൊള്ളയിടുകയും